Categories of natural resources. One of the ways we could categorize natural resources is based on the uses. ഏതൊക്കെയാണത്? റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, റിസോഴ്സസ് ഫോർ മെറ്റീരിയൽസ്, റിസോഴ്സസ് ഫോർ എനർജി. റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. Life could not exist on earth without the air we breathe, the water we drink, and the food we eat. We take these from the atmosphere, the rivers and ponds, and through the cultivation of soil or other living things. ഈ എയർ, വാട്ടർ, സോയിൽ എന്ന് പറയുന്നത് മനുഷ്യന് നിർമ്മിക്കാൻ പറ്റുന്നതല്ല, അത് മനുഷ്യനിർമ്മിതമല്ല. ഇതെല്ലാം നമുക്ക് പ്രകൃതി തരുന്നതാണ് അല്ലേ. നമുക്ക് ശ്വസിക്കാനുള്ള വായു, വെള്ളമായാലും അതുപോലെ സോയിൽ, മണ്ണിൽ കൃഷി ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ പ്രകൃതി തരുന്ന വിഭവങ്ങളാണ്. റിസോഴ്സസ് ഫോർ മെറ്റീരിയൽസ്, അതെന്താണ്? ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ഫിസിക്കൽ ഓബ്ജക്ട്സ് ഔട്ട് ഓഫ് നേച്ചേഴ്സ് ഗിഫ്റ്റ്. വി മേക്ക് ദം ഫോർ അവർ യൂട്ടിലിറ്റി ഓർ ടു ക്രിയേറ്റ് തിങ്സ് ഓഫ് ബ്യൂട്ടി ദാറ്റ് എൻറിച്ച് അവർ ലൈഫ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. എന്താണ്? ഇപ്പോൾ വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില വിഭവങ്ങൾ. അപ്പോൾ മനുഷ്യർ ചില ഭൗതിക വസ്തുക്കൾ നേച്ചറിൻ്റെ സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കും, അല്ലെങ്കിൽ വിഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു. അത് എന്തിനാണ് ഈ വസ്തുക്കൾ? അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ ഉപയോഗത്തിനായിട്ടുള്ള വസ്തുക്കളാവാം, അല്ലെങ്കിൽ ഭംഗിക്കോ അലങ്കാരത്തിനോ വേണ്ടിയിട്ടുള്ള വസ്തുക്കളാവാം. ദാറ്റ് എൻറിച്ച് അവർ ലൈഫ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. അത് നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെയും ലൈഫിനെ സമ്പന്നമാക്കുന്നു എന്നാണ്. ഉദാഹരണം എന്താണ്? എ പീസ് ഓഫ് വുഡ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ചെയർ ആൻഡ് ഓൾസോ കർവ്ഡ് ഇൻ ടു എ സ്റ്റാച്യൂട്ട്. അതായത് ഒരു പീസ് ഓഫ് വുഡ് നമ്മൾ അതുകൊണ്ട് എന്തുണ്ടാക്കും? ഒരു ചെയർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചെറിയ ശില്പമുണ്ടാക്കും. അതിനൊരു ഉദാഹരണമാണത്. ഇന്ത്യാസ് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി പ്രൊവൈഡ്സ് അസ് വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം വുഡ് ടു മാർബിൾ ആൻഡ് കോൾ ടു ഗോൾഡ്. നെക്സ്റ്റ് എന്താണ്? റിസോഴ്സസ് ഫോർ എനർജി. എനർജി ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് മോഡേൺ ലിവിങ്. ഇലക്ട്രിസിറ്റി ഫോർ അവർ ബിൽഡിങ്സ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത എല്ലാ കാര്യത്തിനും നമുക്ക് വൈദ്യുതി ആവശ്യമുണ്ട്. നമുക്ക് എവിടെ നിന്നാണ് ഈ എനർജി? പല സോഴ്സിൽ നിന്ന് നമുക്ക് എനർജി പ്രദാനം ചെയ്യുന്ന ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതായത് ഏതൊക്കെയാണ്? കോൾ, വാട്ടർ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, സൺലൈറ്റ്, വിൻഡ്, എക്സെട്ര. നെക്സ്റ്റ് എന്താണ്? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നെക്സ്റ്റ് കാറ്റഗറൈസേഷൻ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് റീസ്റ്റോറേഷൻ ആൻഡ് റീജനറേഷൻ നോക്കാം. എ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചർ ഈസ് ദാറ്റ് ടു ഫങ്ഷൻ ഇൻ എ റീസ്റ്റോറേറ്റീവ് ആൻഡ് റീജനറേറ്റീവ് വേ. എന്താണ് റീസ്റ്റോറേഷൻ? ഇസ് ദ പ്രോസസ് ഓഫ് റിട്ടേണിങ് സംതിങ് ടു ഇറ്റ്സ് ഒറിജിനൽ ഹെൽത്തി സ്റ്റേറ്റ് വിറ്റ് ഹാസ് ബീൻ ഡീഗ്രേഡഡ് ഓർ ഡാമേജ്ഡ്. ഇപ്പോൾ ഒരു നാശം സംഭവിച്ച ഒരു വസ്തു, അല്ലെങ്കിൽ നാശം സംഭവിച്ച വസ്തുവിനെ നമ്മൾ അതിൻ്റെ പഴയ ആ ഹെൽത്തി സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് റീസ്റ്റോറേഷൻ, പുനഃസ്ഥാപനം. അവിടെ ഒരു ഹ്യൂമൺ ഇൻ്റർവെൻഷൻ ഉണ്ടാവാം. അതായത് എന്താണ്? പ്ലാന്റിങ് ട്രീസ് ഇൻ എ ഡീഫോറസ്റ്റഡ് ഏരിയ ടു ബ്രിങ് ബാക്ക് ദ ഫോറസ്റ്റ്. ഇപ്പോൾ നമ്മൾ കാടൊക്കെ നശിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ആ മരങ്ങൾ അവിടെ വച്ച് പിടിപ്പിച്ച കാടിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്, അതാണത്. ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ മരങ്ങൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വെട്ടി നശിപ്പിച്ചാൽ അത് വീണ്ടും വച്ച് പിടിപ്പിക്കണം. എന്താണ്? ട്രീ പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ബേർഡ്സ്, സ്ക്യൂറൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് എനേബിളിംഗ് ലൈഫ് ടു റിട്ടേൺ. ഇനി അടുത്തത് എന്താണ്? റീജനറേഷൻ, പുനരുജ്ജീവനം. നേച്ചേഴ്സ് എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ലൈഫ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ത്രൈവിങ്. അതായത് ഒരു പുതിയ ജീവൻ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരു കഴിവാണ് പ്രകൃതിയുടെ. അതുപോലെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെന്താണ് ഉദാഹരണം? എ ഫോറസ്റ്റ് റിക്കവേഴ്സ് ആഫ്റ്റർ എ വൈൽഡ് ഫയർ. ഒരു വലിയ ഫയർ, ഇപ്പോൾ കാട്ടുതീയൊക്കെ ഉണ്ടായി, കാടൊക്കെ നശിച്ചു പോയാലും കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? അത് വീണ്ടും വളർന്നു വരും. പ്രകൃതി അതിന് ഉണ്ടാവുന്ന മുറിവുകൾ അത് തന്നെ ഉണക്കും അല്ലേ. വീണ്ടും അത് അവിടെ ആ ഫോറസ്റ്റ് അതേപോലെ തന്നെ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? നേച്ചർ വർക്ക്സ് ഇൻ സൈക്കിൾ വെയർ ദർ ഈസ് നോ വേസ്റ്റ്. ഈ നേച്ചർ ഇങ്ങനെ ഒരു ചക്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? മാലിന്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ എന്താണ് അത് കാണാൻ പറ്റുക? എ ട്രീ ഫോൾസ് ഇൻ ദ ഫോറസ്റ്റ്, ഇറ്റ് ഡീകമ്പോസസ് വിത്ത് ദ ബാക്ടീരിയ, ഫംഗി ആൻഡ് ഇൻസെക്ട്സ് ഫീഡിങ് ഓൺ ഇറ്റ്. ദ ട്രീ ബിക്കം പാർട്ട് ഓഫ് ദ സോയിൽ എൻറിച്ചിങ് ഇറ്റ്. ന്യൂ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. അപ്പോൾ എന്താണ് നമ്മൾ കാണാൻ പറ്റണേ? നമ്മൾ ഒരു ട്രീ മറിഞ്ഞു വീണു, അതവിടെ അഴുകി
ബാക്ടീരിയ ഫംഗിയൊക്കെ അത് കഴിക്കുന്നു. അത് കഴിയുമ്പോൾ മണ്ണിലത് ചേർന്ന് മണ്ണ് സമ്പന്നാകുന്നു. അവിടെ വിത്തുകൾ വീണിട്ട് ട്രീയോ പ്ലാന്റോ ഒക്കെ മുളയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഒരു റീജനറേഷനാണ്, ന്യൂ ലൈഫ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഒരു എക്സാമ്പിളാണ് റീജനറേഷൻ്റെ. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? പ്രകൃതി തുടർന്നുകൊണ്ടേയിരിക്കും.